എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് രാവിലത്തെ കുറച്ച് യുദ്ധം കണ്ടിട്ട് വരാം. ഇത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗ്രേറ്ററാണ്. നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റും ഇഞ്ചിയും ഒക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്ന് പറഞ്ഞു തന്നെ. ഇതുകൊണ്ട് ഞാനിവിടെ പൂ പോലെ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഇടിയപ്പപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പാക്കറ്റ് മാവ് വാങ്ങിച്ചത് തന്നെയാണ്. ഈ 1.5 കപ്പ് പൊടിയിലേക്ക് കുറച്ച് പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് പുകയൊന്നും കാണുന്നില്ലല്ലോ എന്ന് ആണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഞാനും വിചാരിച്ചു എന്താണോ എന്തോ. എന്നാൽ നല്ല ചൂടുണ്ടായിരുന്നു, പക്ഷേ പുക വരുന്നില്ല. ഇനി ഇതിലേക്ക് കുഴച്ചെല്ലാം വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുകയും മാവൊന്ന് മയപ്പെടുകയും ചെയ്യും ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിലൂടെ. അപ്പോൾ ഞാൻ അതൊന്ന് കൈകൊണ്ട് ഒന്നുകൂടെ കുഴച്ച് എടുത്തിട്ടുണ്ട്. സേവനാഴി എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ അമ്മ എനിക്ക് തന്നതാണ്. ഏകദേശം ഒരു 10-20 വർഷം പഴക്കമുള്ള സേവനാഴിയാണ്. അതിപ്പോഴും നന്നായിട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ സേവനാഴിയിൽ നമുക്ക് എളുപ്പം തന്നെ ഇടിയപ്പം പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. ഈ സേവനാഴിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലുള്ള പ്ലേറ്റിലാണ് മിക്കവാറും ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. ചില സമയം എനിക്ക് തോന്നും കൂടുതലും എനിക്ക് എളുപ്പം ഇതുപോലുള്ള പ്ലേറ്റിൽ 3-4 പ്ലേറ്റ് ഒന്നിച്ച് ആക്കിയെടുത്താൽ കുറച്ച് എളുപ്പമായിട്ട് തോന്നലുണ്ട്. അതിൽ ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ തന്നെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ പ്ലേറ്റിൽ കുറേശ്ശെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് തേങ്ങ ഇടുന്നത് ഇഷ്ടമല്ല, എന്നാലും എനിക്ക് പണ്ട് മുതലേ ശീലിച്ചൊരു ഇതായതുകൊണ്ട് തേങ്ങ നല്ലോണം ഇടുന്നത് നല്ല ഇഷ്ടമാണ്. ഇനി ഇതുപോലെ ഉരുളകളാക്കി കുഴച്ചു വെച്ച മാവ് എടുത്തത് ഇതുപോലെ ഉരുളകളാക്കി സേവനാഴിയിലേക്കിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. വേഗത്തിൽ തന്നെ പിഴിഞ്ഞ് പ്ലേറ്റിൽ 3-4 പ്ലേറ്റ് ഒന്നിച്ചു വെച്ച് ഒറ്റയടിക്ക് തന്നെയാണ് ഞാൻ പിഴിഞ്ഞ് എടുക്കുക. ഇതിപ്പോൾ പിഴിയുന്നത് പോലെ ഒറ്റ ലെയറായിട്ട് മാത്രം വേണമെങ്കിൽ ഒരൊറ്റ ഇടിയപ്പമാക്കി എടുക്കാം. പക്ഷേ ഞാൻ ചില സമയം അതിൻ്റെ മീതെ ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ പിഴിഞ്ഞെടുത്ത് വെക്കലുണ്ട്. അപ്പോൾ ഒന്ന് കട്ടി കൂടിയ ലെയറിൽ ഇടിയപ്പം കിട്ടുന്നതാണ്. ഇനി ഞാൻ അടുപ്പത്ത് സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ പാത്രമല്ല, സ്റ്റീമറാണ് വെച്ചിരിക്കുന്നത്. അതിൽ വെള്ളം ഒഴിച്ച് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ്. ആദ്യം ഒരു പ്ലേറ്റ് വെച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അടുത്ത പ്ലേറ്റ് വെച്ച് കൊടുക്കും. അങ്ങനെ മീതെ 1-2 പ്ലേറ്റ് വെച്ചിട്ടാണ് ഒറ്റയടിക്ക് ഇടിയപ്പം ആക്കിയെടുക്കുന്നത്. നല്ല പൂ പോലെ സോഫ്റ്റായ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അടുത്തത് കട്ടി കൂടിയ രീതിയിലാണ് അടുത്തൊരു പ്ലേറ്റിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നത്. ഇതിനിടയിൽ കടലക്കറി ആക്കുന്നുണ്ട്. അതിനുള്ള കോലാഹലം ഇവിടെ നടക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചിട്ടില്ല മുഴുവൻ വീഡിയോ. ഞാൻ ഇതിനു മുൻപേ കടലക്കറി ആക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. കടലക്കറിയുടെ റെസിപ്പി കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിലെ പാചകം എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തമ്പനിയിൽ കാണിച്ചതുപോലെ എങ്ങനെയാണ് ഗ്രേറ്ററിൽ ഇടിയപ്പം ഉണ്ടാക്കുന്നതെന്ന് അല്ലേ, ഞാനതൊരു വീഡിയോയിൽ കണ്ടതാണ്. ഒന്ന് നോക്കാം, ഒരു പരീക്ഷണം പോലെ. കാരണം ബാക്കി നമുക്ക് എളുപ്പത്തിൽ വേണ്ട കാര്യം ആദ്യമേ ചെയ്ത് മാറ്റിയിട്ട് അവസാനമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തത്. സംഗതി ശരിക്കുള്ള റിവ്യൂ പറയുകയാണെങ്കിൽ നമുക്ക് തിരക്കുള്ള സമയമൊന്നും ഇങ്ങനെ ചെയ്യാതിരിക്കുക. ഇതുപോലൊരു ബോളാക്കി ഈ ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിലൂടെ ഗ്രേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നല്ല കുറച്ചുകൂടെ കട്ടിയുള്ള മാവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് എളുപ്പത്തിൽ വീഴുന്നതാണ്. ഇതിപ്പോൾ സോഫ്റ്റ് ആയതുകൊണ്ട് എന്താ പറയുക, നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത് പോലെ തന്നെ കിട്ടും. പക്ഷേ ക്ഷമയും വേണം, സമയവും വേണം. പിന്നെ ക്വാണ്ടിറ്റി കുറച്ചുണ്ടാക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം പിഴിയാൻ കൈക്ക് ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് കുറച്ച് എളുപ്പമാണ്. സമയമില്ലാത്ത സമയത്ത് ഇത് പറ്റുന്നതല്ല. അപ്പോൾ ഞാൻ ആ ഇടിയപ്പമാണ് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചെടുത്ത ഇടിയപ്പമാണിത്. സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കാൻ ചിലപ്പോൾ ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്നല്ലേ. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് ഇത് കൂടി ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പതിവ് പോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ.